نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي يا أيها الناس أوصيكم إياي أولا بتقوى الله ഉടമസ്ഥനായ റബ്ബുൽ ഇസ്സത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ നിഖില മേഖലയിലും പാലിച്ച് ജീവിതം ധന്യമാക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ തന്നെ ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ തൗഫീഖ് നൽകുന്ന അടിമകളിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിൻ്റെ റസൂലിനെ ഏറെ ഇഷ്ടപ്പെട്ട മോളായിരുന്നു ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ. എന്ത് കാര്യം ചർച്ച ചെയ്യാനും എന്ത് കാര്യം ആദ്യം പറയാനും പ്രവാചകൻ കൊതിച്ചിരുന്ന മഹദിയാണ് ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ. പ്രവാചകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം പ്രവാചക കുടുംബത്തിൽ നിന്ന് ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയാണ് വഫാത്താകുന്നത്, മരണപ്പെടുന്നത്. ഉപ്പയുടെ മരണവാർത്ത ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ കാതിൽ പറയുമ്പോൾ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ പൊട്ടുന്ന വിതുമ്പുന്ന ആ രംഗങ്ങൾ ചരിത്രാധ്യാപനങ്ങളിലൂടെ വായിച്ചവരാണ്, പഠിച്ചവരാണ്, കേട്ടവരാണ്, മനസ്സിലാക്കിയവരാണ്. അതോടൊപ്പം ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ മുഖത്ത് വിരിഞ്ഞ പുഞ്ചിരിയുണ്ട്. ഫാത്തിമ, എനിക്ക് ശേഷം ഈ കുടുംബത്തിൽ നിന്ന് വിട പറയുന്നവൾ മോളെ ഫാത്തിമ നീയാണ്. അത്രയും വലിയൊരു ബോണ്ടിങ് ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയും തമ്മിലുണ്ടായിരുന്നു. ആ ഫാത്തിമ ബീവിയോടാണ് പ്രവാചകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, യാ ഫാത്തിമത്ത്, ഏ ഫാത്തിമ, ഏ ഫാത്തിമ, നീ ഒരു കാര്യം ഏറെ ഗൗരവത്തോടു കൂടി ശ്രദ്ധിക്കണം. നീ ഒരു കാര്യം ഏറ്റവും ശ്രദ്ധയോടുകൂടി കേൾക്കണം.
ഈ കാര്യം നീ നിന്റെ ജീവിതത്തിൽ ഏറെ ഗൗരവത്തോടു കൂടി കാണണമെന്ന് പറഞ്ഞ പ്രവാചകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രിയപ്പെട്ടവരെ ഫാത്തിമ ബീവിയോട് പറഞ്ഞ വാചകം എന്താണ്? അൻഖിരി, മോളെ നീ സ്വയം നിന്റെ നഫ്സിനെ, നിന്റെ ശരീരത്തെ നരകത്തിൽ നിന്ന് കാക്കണമെന്നുള്ളതാണ്. ജീവിതത്തിലെ നൽകാൻ പറ്റുന്ന മുഴുവൻ പാഠങ്ങളും പ്രവാചകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയ്ക്ക് കൊടുത്തിട്ടുണ്ട്. ധാർമ്മികമായിട്ടും വാത്സല്യങ്ങളോടെയും തലോടലുകളുടെയും എല്ലാവിധ ഉപദേശങ്ങളും പ്രവാചകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയ്ക്ക് കൊടുത്തിട്ടുണ്ട്. പ്രവാചകന്റെ കരളിന്റെ കഷ്ണമാണ് യാ ഫാത്തിമ കിത്അതു ഖബ്ദി, എന്റെ കരളിന്റെ കഷ്ണമെന്നാണ് ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയെ പ്രവാചകൻ വിശേഷിപ്പിച്ചത്. ആ പ്രവാചകൻ ഫാത്തിമ ബീവിയോടടക്കം പറഞ്ഞത്, യാ ഫാത്തിമ, ഏ മോളെ ഫാത്തിമ, നീ നിന്റെ ശരീരത്തെ നരകത്തിൽ നിന്ന് സംരക്ഷിക്കുക തന്നെ ചെയ്യണം. ഇത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രിയപ്പെട്ടവരെ? അല്ലാഹു സുബ്ഹാനഹു വ തആല മുഴുവൻ വിശ്വാസികളോടും പറഞ്ഞൊരു വാചകമാണെന്ത്? ഖു അൻഫുസകും വ അഹ്ലീകും നാറ. നിങ്ങൾ നിങ്ങളുടെ സ്വശരീരത്തെയും നിങ്ങളുടെ കുടുംബത്തെയും നരകത്തിൽ നിന്ന് കാക്കണമെന്നുള്ളത്. നാളെ റഹ്മാനായ റബ്ബ് ഏൽപ്പിച്ച ഉത്തരവാദിത്തത്തെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടുന്ന ചില വിഭാഗങ്ങളെ അള്ളാഹുവിന്റെ റസൂല് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ എണ്ണിയപ്പോ അവിടെ എണ്ണിയ വ്യക്തിത്വങ്ങളാ ഉപ്പ എന്നുള്ളത്, അവിടെ എണ്ണിയ വ്യക്തിത്വമാണ് ഉമ്മ എന്നുള്ളത് പ്രവാചകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിലൂടെ പ്രിയപ്പെട്ടവരെ അത് കൃത്യമായി നമുക്ക് കാണാൻ കഴിയും. അൽ മർഅതു റാഇയത്തുൻ ഫീ ബൈതി സൗജിഹാ, അവളുടെ ഭർത്താവിന്റെ വീട്ടിലെ ആ മക്കളുടെ കുടുംബത്തിന്റെ വിഷയത്തിൽ അവൾ നാളെ ചോദ്യം ചെയ്യപ്പെടുമെന്ന് ഉമ്മമാരെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, അല്ലേ? അർറജുലു റാഇ, ആ ഒരു വ്യക്തി ഉണ്ടല്ലോ, ആ കുടുംബനാഥനുണ്ടല്ലോ, ആ കുടുംബനാഥൻ തന്റെ മക്കളുടെ വിഷയത്തിൽ നാളെ ചോദ്യം ചെയ്യപ്പെടുമെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, മക്കളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹമായി നമുക്ക് നൽകിയതാ. ആ മക്കളുടെ വിഷയത്തിൽ തന്നെയാണ് ഖുർആൻ പ്രതിപാദിച്ചത്, മക്കൾ നിങ്ങൾക്ക് പരീക്ഷണം കൂടിയാണ് എന്നുള്ളത്. ഇമാം നാസറു സഅദി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ ഇത്തരത്തിലുള്ള ആയത്തുകൾ വിശദീകരിക്കവേ പഠിപ്പിച്ചു നൽകിയ ഒരു കാര്യമുണ്ട്. മക്കൾ കാരണത്താൽ നാളെ നരകത്തിൽ പോകുന്ന രക്ഷിതാക്കൾ എന്തേ കാരണമെന്നറിയോ? മക്കൾക്ക് കൊടുക്കേണ്ടത് കൊടുക്കാനോ നൽകേണ്ടത് നൽകാനോ കൃത്യസമയത്ത് അവർ സമയം കണ്ടില്ല, അതിന് ശ്രദ്ധാലുക്കളായില്ല. അതുപോലെ തന്നെ ദീനിന്റെ പല മേഖലയിൽ നിന്ന് അവർ തന്നെ മക്കളെ കാരണം സ്വന്തമായി വ്യതിചലിച്ചു എന്നുള്ളത് കൊണ്ടാണ് എന്ന് പരിചയപ്പെടുത്തുമ്പോൾ, പഠിപ്പിച്ചു തരുമ്പോൾ പ്രിയപ്പെട്ടവരെ, മക്കളുടെ വിഷയത്തിൽ വലിയ ദൗത്യവും വലിയ ബാധ്യതയുമുള്ളവരാണ് നമ്മൾ ഓരോരുത്തരും എന്നുള്ള ഉത്തമമായ ബോധ്യവും ചിന്തയും നമുക്കുണ്ടാകേണ്ടതുണ്ട്. ഏറ്റവും കൂടുതൽ മക്കളായി പിച്ച വെച്ച് നടക്കുന്ന പ്രായമായി ഒരു 3.5 വയസ്സ് 4 വയസ്സായാൽ നമ്മുടെ എല്ലാവരുടെയും മനസ്സിലേക്ക് വരുന്ന ചിന്ത, എൻ്റെ മോളെ എൻ്റെ മോനെ എവിടെ ചേർക്കുമെന്നുള്ളതാണ്. ഏറ്റവും നല്ല പേര് കേട്ട, ഏറ്റവും നല്ല അധ്യാപകരുള്ള, അക്കാഡമിക് ലെവലിൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന സ്ഥാപനം ഏതെന്ന് ചോദിച്ച് ഒരുപാട് അന്വേഷണങ്ങൾക്കൊടുവിൽ മക്കളെ ആ സ്ഥാപനത്തിൽ ചേർത്തുന്നവരാണ് നാം എന്നുള്ളതിൽ യാതൊരുവിധ സംശയവും ഇല്ലല്ലോ പ്രിയപ്പെട്ടവരെ. എന്തുകൊണ്ടാണ്? മക്കളോടുള്ള അതിയായ സ്നേഹം കൊണ്ടാണ്. എന്തുകൊണ്ടാണ്? നാളെ നമ്മുടെ മക്കൾ ഈ ദുനിയാവിൽ വിദ്യാഭ്യാസമില്ലാത്തതിന്റെ പേരിൽ, അവര് നേടേണ്ടത് നേടാത്തതിന്റെ പേരിൽ ദുഃഖിക്കാനിട വരരുത്. അതിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഞാൻ ചെയ്തു കൊടുക്കുമെന്ന ചിന്തയാണല്ലോ നല്ല വിദ്യാഭ്യാസം കൊടുക്കുന്നതിന്, അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള ജീവിത മാർഗം കാണിച്ചു കൊടുക്കുന്നതിന് നമ്മെ പ്രാപ്തരാക്കുന്നതെങ്കിൽ, നമുക്ക് പ്രേരണ നൽകുന്നതെങ്കിൽ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ഖുർആന്റെ എല്ലാത്തൊരു വചനമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ, ഫമിനന്നാസ്, ജനങ്ങളിലുണ്ട്. എങ്ങനെയുള്ളവരാ ഉള്ളത്? മയഖൂലു റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ, ദുനിയാവിനെ മാത്രം ചോദിക്കുന്നവരെ മനുഷ്യരുടെ കൂട്ടത്തിലുണ്ട്. ദുനിയാവ് മാത്രമാണ് അവരുടെ ലക്ഷ്യം,
ദുനിയാവ് മാത്രമാണ് അവരുടെ ചിന്ത, ദുനിയാവ് മാത്രമാണ് അവരുടെ എല്ലാ തീരുമാനങ്ങളുടെയും ഏറ്റവും വലിയ സങ്കേതം. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, അമാ ലഹു ഫിൽ ആഖിറതി മിൻ ഖലാഖ്, അവർക്ക് നാളെ ആഖിറത്തിലെ ഒന്നുമേ ഇല്ലാതെ അവര് നാളെ വിരല് കടിക്കുന്നതാണ്. ദുനിയാവിന് മാത്രമെല്ലാം നേടിക്കൊടുക്കാൻ, സീറ്റുകൾ മേടിച്ചു കൊടുക്കാൻ, അല്ലേ, പ്രീ സ്കൂൾ പ്രായത്തിലുള്ള മക്കളെ അടക്കം വലിയ ലക്ഷങ്ങളടക്കം ഡൊണേഷൻ കൊടുത്ത് ചേർത്തുന്ന മക്കൾ, രക്ഷിതാക്കൾ, പ്രിയപ്പെട്ടവരെ, നാളെ സ്വർഗത്തിൽ എൻ്റെ മോൾക്ക് ഒരു ചാട്ടവാർ വെക്കാനുള്ള സ്ഥലം മേടിച്ചു കൊടുക്കാൻ ഞാൻ എന്ത് ചെയ്തു എന്നുള്ളൊരു ചോദ്യം നമ്മൾ നമ്മുടെ മനസ്സിനോട് ചോദിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറയുന്ന മറ്റൊരു വചനമുണ്ട്, മനുഷ്യരെ പറ്റിയിട്ട് തന്നെയാണ്. മറ്റു ചില വിഭാഗങ്ങളുണ്ട്, അവരെങ്ങനെയാ? ഖുർആൻ എടുത്തു പറയുകയല്ലേ, വമിൻഹും മയഖൂൽ, അതേ ചിലരുണ്ടല്ലോ അവരെങ്ങനെ പ്രാർത്ഥിക്കുന്നവരാണ്, റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന, റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന. അവിടെ നിർത്തിയില്ല പ്രാർത്ഥനകൾ, അവിടെ നിർത്തിയില്ല ഒരു കാര്യവും, അവരിതോടൊപ്പം ചേർത്തി പ്രാർത്ഥിച്ച പ്രാർത്ഥനയുണ്ട്. എന്തായിരുന്നു പ്രിയപ്പെട്ടവരെ? വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ദുനിയാവും ചോദിച്ചു, അവർ ആഖിറവും ചോദിച്ചു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ലക്ഷ്യം പരലോകമാകണം. ആ പരലോകത്തേക്കുള്ള യാത്രയിലെ ജീവിത മാർഗമാകണം പ്രിയപ്പെട്ടവരെ ദുനിയാവെന്നെല്ലാം വിരക്തിയോടെ, ദുനിയാവിലൊന്നും നേടാതെ, ദുനിയാവിനോട് യാതൊരുവിധ താല്പര്യവുമില്ലാതെ പോവുക എന്നുള്ളത് ഇസ്ലാം പ്രോത്സാഹിപ്പിച്ച കാര്യമേ അല്ല. ദുനിയാവാകാം, കച്ചവടങ്ങളാകാം. പടച്ച റബ്ബ് തവക്കുലിന്റെ വിഷയം പറഞ്ഞപ്പോഴടക്കം പഠിപ്പിച്ചു നൽകിയ ഹദീസ് ഏതായിരുന്നു? ലോ അന്നകും തതവക്കൽതും അലല്ലാഹ്, നിങ്ങൾ റഹ്മാനായ റബ്ബിനെ എങ്ങനെ വരവേൽപ്പിക്കണം? ഏറ്റവും മാതൃകാ രൂപത്തിലുള്ള വരവേൽപ്പിക്കൽ എങ്ങനെയാ? ലറസകകും കമാ യർസുഖുത് തയ്ർ, ഒരു പക്ഷിയെ ഊട്ടിയ പോലെ ഊട്ടുമെന്നാണ്. പക്ഷിക്ക് ഭക്ഷണം കൊടുത്ത പോലെ ഭക്ഷണം ഭക്ഷിപ്പിക്കും. ആ പക്ഷിയുടെ രൂപം എങ്ങനെയാ? തഗ്ദൂ ഹിമാസാ വതറൂഹു ബിതാനാ, ഊട്ടിയ വയറുമായിട്ട് കൂട്ടിൽ തന്നെ ഒതുങ്ങി നിന്ന പക്ഷിയല്ല. തന്റെ ജീവിത മാർഗത്തിന് വേണ്ടി, തന്റെ വയറ് നിറയാൻ വേണ്ടി പ്രഭാതത്തിൽ മരച്ചില്ലകളിലേക്ക് പറന്ന് അടുത്ത പക്ഷിയുടെ ഉപമയാണ് തവക്കുലിന് പോലും പ്രവാചകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപമ പഠിപ്പിച്ചു തന്നതെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ദുനിയാവിലൊന്നും നേടാതെ, ദുനിയാവിനോട് ചോദിക്കാതെ, ദുനിയാവിലോ അങ്ങനെയൊന്നുമില്ലാതെ വെറും ആഖിറം ലക്ഷ്യം വെക്കണം എന്നുള്ളതല്ല പരിശുദ്ധ ഖുർആനിന്റെയും പ്രവാചകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അധ്യാപനം. എന്നാൽ ഏറ്റവും വലിയ ലക്ഷ്യം ഏതാകണം പ്രിയപ്പെട്ടവരെ? പരലോകമാകണം. ആ പരലോകത്തിന് വേണ്ടി, നമ്മുടെ മക്കൾക്ക് വേണ്ടി നാം എന്ത് ചെയ്തു എന്നുള്ളതൊരു ചോദ്യം നാം നമ്മുടെ മനസ്സിനോട് ഇനിയും ചോദിച്ചിട്ടില്ല എങ്കിൽ നമ്മളായിരിക്കും ഏറ്റവും വലിയ ദൗർഭാഗ്യവാന്മാർ. ഞാൻ എൻ്റെ ഖുത്ബയുടെ തുടക്കത്തിൽ പറഞ്ഞല്ലോ, എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത, തന്റെ കരളിന്റെ കഷ്ടമെന്ന് വിശേഷിപ്പിച്ച ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയോട് പോലും നരകത്തിന്റെ കാര്യം ഓർമ്മപ്പെടുത്തി, പൊന്നുമോളെ, നരകത്തെ തൊട്ട് നിന്റെ ശരീരത്തെ നീ കാക്കണമെന്ന് പറയാൻ പ്രവാചകൻ കാണിച്ച ആ രീതിയുണ്ടല്ലോ, അത്രയും ഗൗരവമുള്ളത് കൊണ്ടാണ് പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ലുഖ്മാനിൽ ലുഖ്മാൻ അലൈഹിസ്സലാം എങ്ങനെയാ? ലുഖ്മാൻ അലൈഹിസ്സലാം പ്രവാചകനല്ല, റജുലുൻ സാലിഹുൻ ആശ ഫി ബനി ഇസ്രായീൽ എന്നാണ്. ബനു ഇസ്രായേലുകൾക്കിടയിലെ ഏറ്റവും നല്ല സാലിഹത്തായിട്ടുള്ള വ്യക്തിത്വമായിരുന്നു ലുഖ്മാൻ അലൈഹിസ്സലാം. അതാണ് പ്രബലമായ അഭിപ്രായം. പ്രിയപ്പെട്ടവരെ, അദ്ദേഹം തന്റെ കുഞ്ഞുമകന് കൊടുത്ത ഉപദേശം ഖുർആൻ എടുത്തു പറയുന്നുണ്ടല്ലോ. എത്ര മനോഹരമായിട്ടുള്ള ഉപദേശമാണ്, എത്ര സുന്ദരമായിട്ടുള്ള ഉപദേശമാണ്, എത്ര വാത്സല്യം നിറഞ്ഞ ഉപദേശമാണ്. യാ ബുനയ്യ, ഏ കുഞ്ഞുമകനെ, ഏ കുഞ്ഞുമകനെ, ഇന്നഹാ ഇൻ തകു മിസ്കാല ഹബ്ബത്തിൻ മിൻ ഖർദലി. എത്ര നല്ല ഉപമയാണ് പ്രിയപ്പെട്ടവരെ, എത്ര സുന്ദരമായ ഉപമയാണ് പ്രിയപ്പെട്ടവരെ. ഒരടിമണി തൂക്കമാണെങ്കിലും
റഹ്മാനായ റബ്ബേ അത് കാണുമെന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ ഒരു ഉപ്പയുടെ എത്ര സുന്ദരമായ ഉപദേശം നോക്കിയേ നിങ്ങൾ. ഫതകുൻ ഫീ സുഖറത്തിൻ ഔ ഫിസ് സമാവാതി ഔ ഫിൽ അർളി യഅതി ബിഹല്ലാഹ്. മോനെ, ആരാരും കാണില്ലെന്ന്, ആരാരും അറിയില്ലെന്ന്, ആരാരും മനസ്സിലാക്കില്ലെന്ന് വിചാരിച്ച് എന്ത് ചെയ്യുന്നുവോ യഅതി ബിഹല്ലാഹ്, അല്ലാഹു അത് നാളെ കൊണ്ടുവരുന്നതാണ് എന്ന് പൊന്നുമോനെ, കുഞ്ഞുമകനെ എന്ന് വിളിച്ച് ലുഖ്മാൻ അലൈഹിസ്സലാം കൊടുത്ത ഉപദേശം. പ്രിയപ്പെട്ടവരെ, മക്കൾക്ക് എല്ലാവിധ സുഖ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുമ്പോ, സ്നേഹങ്ങളിൽ നിറഞ്ഞ ജീവിതം അവരുടെ മുന്നിൽ കാഴ്ചവെക്കുമ്പോൾ അടക്കം അള്ളാഹുവിനെ കുറിച്ച് ബോധ്യപ്പെടുത്താൻ മുൻഗാമികൾ കാണിച്ച ശ്രദ്ധയുണ്ടല്ലോ, ആ ശ്രദ്ധ നമ്മുടെയും ജീവിതത്തിൽ ഇല്ല എങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ നഷ്ടക്കാരിൽ ഉൾപ്പെട്ടു പോകുമെന്നുള്ളതിൽ സംശയമില്ല. ഇങ്ങനെയൊരു ഉപദേശത്തോടുകൂടി വളർത്തിയ ഒരു മോനാകട്ടെ മോളാകട്ടെ, ഏത് ഹോസ്റ്റൽ മുറിയിലാണെങ്കിലും നാം വസിക്കുന്ന, നാം താമസിക്കുന്ന നാട്ടിൽ നിന്ന് എത്ര ദൂരെയാണ് പഠിക്കുന്നതെങ്കിലും അവന് തെറ്റ് ചെയ്യാൻ കഴിയില്ല, അവൻ അധാർമികതയിലേക്ക് പോകില്ല, അവൻ തെമ്മാടിത്തരത്തിലേക്ക് പോകില്ല, അവൻ വൃത്തികേടുകളിൽ കൂപ്പുകൂത്തുന്ന അവസ്ഥ ഉണ്ടാവില്ല. എന്തേ? അല്ലാഹു നിന്നോടൊപ്പമുണ്ട്. നീ എവിടെയായിരുന്നാലും റഹ്മാനായ റബ്ബിന്റെ സമഉണ്ട്, റഹ്മാനായ റബ്ബിന്റെ കേൾവിയുണ്ട്, റഹ്മാനായ റബ്ബിന്റെ ബസറുണ്ട്, റഹ്മാനായ റബ്ബിന്റെ കാഴ്ചയുണ്ട്. അല്ലാഹു റഖീബാണ്, അല്ലാഹു ബസീറാണ്, അല്ലാഹു ഖബീറാണ് എന്ന് ബോധ്യപ്പെടുത്തി കൊടുത്ത ഒരു മക്കൾ പോലും പ്രിയപ്പെട്ടവരെ വഴിതെറ്റുന്ന, തിന്മയിൽ അകപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടാവില്ല എന്നുള്ളത് ഈ ചരിത്രങ്ങളും മറ്റുമൊക്കെ നമുക്ക് നൽകുന്ന പാഠങ്ങളാണ് എന്ന് ഒരു ബോധവും ഒരു ചിന്തയും ഒക്കെ ഈ ഒരു കാലഘട്ടത്തിൽ നമുക്കുണ്ടാകേണ്ടതുണ്ട്. പലപ്പോഴും പഠന മേഖലയിൽ ഏറ്റവും നല്ല കോളേജ് തിരഞ്ഞെടുക്കുന്നവരാണ് നാം. തിരഞ്ഞെടുക്കണം, ഏറ്റവും നല്ല അക്കാഡമിക് അച്ചീവ്മെന്റ്സ് ഉള്ള സ്ഥാപനങ്ങൾ തിരഞ്ഞെടുക്കണം. അതോടൊപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട്. പല കോളേജുകളും അക്കാഡമിക് ലെവലിൽ ഉയർന്ന നിലവാരം പുലർത്തുന്നതോടൊപ്പം പല മത നിയമങ്ങളെയും കാറ്റിൽ പറത്തുന്ന രൂപത്തിലുള്ള നടപടിക്രമങ്ങൾ അവിടെ ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമല്ലേ? നമസ്കരിക്കാൻ കഴിയാത്ത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്, ജുമുഅക്ക് പോലും പോകാൻ കഴിയാത്ത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്. പ്രിയപ്പെട്ടവരെ, അവിടെ നാം ഗൗരവപൂർവ്വം നിലപാടെടുക്കണം. പഠിപ്പിക്കേണ്ടെന്നോ വിദ്യാഭ്യാസം നൽകേണ്ടെന്നോ അല്ല, അതിനേക്കാൾ മികച്ച സ്ഥാപനങ്ങൾ ഈ ദീനി ചുറ്റുപാടുകളിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന സ്ഥാപനങ്ങളിൽ മക്കളെ ചേർത്താതെ അവര് പഠിക്കുന്ന സമയമല്ലേ, ഇപ്പോഴൊന്നും പ്രശ്നമില്ലല്ലോ എന്നും പറഞ്ഞ് അത്തരത്തിലേക്ക് വഴി തെളിയിച്ചു വിടുമ്പോൾ നാളെ ഈ സമൂഹത്തിന് ഉപകാരമുള്ളവളായിട്ടില്ല അവൾ മാറുക. അതിനപ്പുറത്ത് ഏറ്റവും വലിയ ധാർമ്മികത ശരീരത്തില് തൊട്ടു തീണ്ടാതെ ഏറ്റവും മോശമായ രൂപത്തിൽ പെരുമാറുന്നവനായിട്ടാണ് മാറുന്ന കഥകളും ചരിത്രങ്ങളും സംഭവങ്ങളുമാണ് നമ്മൾ വായിക്കുന്നതും കേൾക്കുന്നതും അറിയുന്നതും അനുഭവിക്കുന്നതും എന്നുള്ളതിൽ സംശയമില്ലല്ലോ. അതുകൊണ്ട് നാം ഏറ്റവും വലിയ പ്രാധാന്യവും ലക്ഷ്യവും നമ്മുടെ തീരുമാനങ്ങളും ദീനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാകണം എന്നുള്ളത് ഈ ഒരു സന്ദർഭത്തിൽ നമ്മൾ അറിയേണ്ടതുണ്ട്. മക്കൾക്ക് വേണ്ടി പ്രിയപ്പെട്ടവരെ, നല്ലൊരു കൂട്ടുകെട്ട് നാം തിരഞ്ഞെടുക്കണം. നമ്മളാണ് തിരഞ്ഞെടുത്തു കൊടുക്കേണ്ടത്. നാം കാണിച്ചു കൊടുക്കുന്ന റൂട്ടിലൂടെയാകും അവര് പോവുക. എപ്പോൾ 18, 20, 22 വയസ്സായി എന്തെങ്കിലും തിന്മയിൽ അകപ്പെടുന്ന സമയത്ത് അവനെ തിരിച്ചു വിട്ട്, അല്ലെങ്കിൽ അതങ്ങോട്ട് പോകേണ്ട ഇങ്ങോട്ട് പോകേണ്ട എന്ന് പറയുന്നതിലൊന്നും പ്രത്യേകിച്ച് അർത്ഥമുണ്ടാവില്ല. ചെറിയ പ്രായം മുതലേ മതബോധമുള്ളവളാക്കി വളർത്തിയാലാണ് പ്രിയപ്പെട്ടവരെ നാം വരച്ച വരയിലൂടെ മക്കൾ വരികയുള്ളൂ. ഇല്ല എങ്കിൽ അവര് വരച്ച വരയിൽ പലപ്പോഴും നാം സഞ്ചരിക്കേണ്ട അവസ്ഥകൾ ഉണ്ടാകും. ആ വര എന്നുള്ളത് ലിബറൽ ചിന്താഗതിക്കാരുടെ വരയാകും. ആ വര എന്നുള്ളത് ദൈവനിഷേധക്കാരുടെ വരയാകും. ആ വര എന്നുള്ളത് ലഹരിയിലും സിന്തറ്റിക് ലഹരിയിലും അടിമപ്പെട്ടവരുടെ വരയായിരിക്കും. പ്രിയപ്പെട്ടവരെ, പിന്നീട് ഒരു മോചനം എന്നുള്ളത്
ഒരുപക്ഷെ അസംഭവ്യമായ കാര്യമായിരിക്കും. അതുകൊണ്ട് മക്കളുടെ വിഷയത്തില് നിലപാടുകളെടുത്ത് മുന്നോട്ടു പോകാൻ ഈ സമയത്ത് പരിശ്രമിച്ചിട്ടില്ല എങ്കിൽ എല്ലാ തെറ്റുകളെയും നിസാരവൽക്കരിച്ച്, അത് കുട്ടികളല്ലേ ഇപ്പോഴൊക്കെയുള്ളൂ പറ്റുക എന്ന് പറഞ്ഞ് നിസാരവൽക്കരിച്ചാൽ ഈ സമൂഹം കാണാൻ പോകുന്ന പ്രത്യാഘാതങ്ങൾ പ്രിയപ്പെട്ടവരെ നമ്മുടെ ഭാവനയിൽ പോലും കൊണ്ടുവരാൻ സാധിക്കില്ല എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു നൽകിയതുപോലെയുള്ള ഒരു പാരന്റിങ്, ഒരു രക്ഷാകർതൃത്വം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകണം. അങ്ങനെ ഉണ്ടാകുമ്പോഴാണ് നാളെ സ്വർഗീയാരാമത്തിൽ പ്രിയപ്പെട്ടവരെ ആ മക്കളോടൊപ്പം നമുക്കും നാളെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയുക എന്ന ഒരു ഉത്തമ ചിന്ത. മക്കളെ ദീന് പഠിപ്പിക്കാൻ നമ്മൾ പരിശ്രമിച്ചേ മതിയാകും. അവരെല്ലാ രംഗത്തുമുണ്ട്. എല്ലാവിധ എൻട്രൻസ് കോച്ചിങ്ങിന് ലക്ഷങ്ങൾ ചെലവാക്കാൻ നാം തയ്യാറാണ്, വേണം, അനിവാര്യമാണ്. മുസ്ലിം ഉമ്മത്ത് എല്ലാവിധ ഉന്നതമായ രംഗങ്ങളിലും എത്തട്ടെ, അത് അനിവാര്യത തന്നെയാണ്. അതോടൊപ്പം തന്നെ നാളെ സ്വർഗത്തിലും ജന്നാത്തുൽ ഫിർദൗസിൽ എന്റെ മോനുണ്ടാകണം, എന്റെ മോൾ ഉണ്ടാകണം. അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്തു? അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു നൽകിയല്ലോ, മൻസലക ത്വരീഖൻ, ആരാണ് ഒരു വഴിയിൽ പ്രവേശിച്ചത്? എങ്ങനെയുള്ള വഴിയാണ്? ദീന് പഠിക്കുന്ന വഴി, ദീനിന്റെ അധ്യാപനങ്ങൾ രുചിച്ചു നോക്കാൻ കഴിയുന്ന വഴി, ദീനിന്റെ അധ്യാപനങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയുന്ന വഴി, ദീനിന്റെ അധ്യാപനങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ സഹായകമാകുന്ന വഴിയിൽ എന്റെ മക്കൾ പ്രവേശിച്ചിട്ടുണ്ടോ? അവനായി സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കി കൊടുക്കുമെന്നാണല്ലോ പ്രവാചകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു നൽകിയത് എന്ന ആ ഒരു ചിന്ത പ്രിയപ്പെട്ടവരെ നമുക്കുണ്ടാകണം. മക്കളെ ദീന് പഠിപ്പിക്കാൻ നമ്മൾ ഏറെ ശ്രദ്ധയോടുകൂടെ തന്നെ ആ വിഷയത്തില് ഒരു ഇടപെടലിൽ ഉണ്ടാകേണ്ടതുണ്ട്. മക്കൾക്ക് വേണ്ട ഗൈഡൻസ്, മക്കൾക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടാത്തതാണെങ്കിൽ അതിനുള്ള സംവിധാനങ്ങൾ വ്യാപകമായിട്ടുണ്ട്. അതിനുള്ള സൗകര്യങ്ങള് ഏറെ സന്നദ്ധതയോടെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ഒക്കെ മുന്നിലുണ്ട്. അതിൽ നമ്മുടെ മക്കളെ എത്തിക്കണമെന്നുള്ളതാണ്. വാർത്തകൾ നിസാരമല്ല, കേൾക്കാൻ കഴിയാത്ത വാർത്തകളാണ്, കാണാൻ കഴിയാത്ത കാഴ്ചകളാണ്, അനുഭവിക്കാൻ പോലും പ്രിയപ്പെട്ടവരെ താങ്ങാൻ കഴിയാത്ത സംഭവങ്ങളാണ് പലയിടത്തും നടക്കുന്നത്. അത് നാളെ നമ്മുടെ കുടുംബത്തിൽ നടക്കില്ല എന്നൊന്നും പറയാൻ നമുക്ക് യാതൊരുവിധ ഒരു അവകാശമോ അല്ലെങ്കിൽ യാതൊരുവിധ സൗകര്യങ്ങളോ ഇല്ലാത്തൊരു കാലഘട്ടം തന്നെയാണ്. എങ്ങനെയും ഏത് രൂപത്തിലും മക്കൾ വഴിതെറ്റിപ്പോകാൻ പലരും ഏറെ പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് അല്ലേ? ഏറ്റവും മുസ്ലിം കമ്മ്യൂണിറ്റിയുള്ള പോപ്പുലേഷൻ കൂടുതലുള്ള ഒരു ജില്ല, ആ ജില്ലയിൽ പോലും ഒരു ക്യാമ്പസിന്റെ ഉള്ളിൽ എത്ര ആളുകളെ ദൈവത്തെ അംഗീകരിക്കുന്നുണ്ട് എന്ന് ഒരു 5 വർഷത്തിന് മുന്നേ എടുത്തൊരു കണക്ക് പ്രകാരം ഒരു പ്രിയപ്പെട്ടവരെ അത് 20% ആളുകളെ ദൈവമില്ലെന്ന് പറയുന്നവരായിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ വിശ്വാസരംഗത്ത് മക്കൾക്ക് അത്തരത്തിലുള്ള ബോധ്യം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് അനിവാര്യതയാണ്. ഞാൻ ഏതായാലും മുവഹിദാണല്ലോ, ഞാൻ ഏതായാലും തൗഹീദുള്ളവനാണല്ലോ, അതുകൊണ്ട് അവനും ഈ റൂട്ടിലൊക്കെ തന്നെയുള്ളൂ വളരുക എന്നൊരു ചിന്തയുണ്ട്. അതിനപ്പുറത്ത് പ്രിയപ്പെട്ടവരെ അവർക്ക് വിശ്വാസ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കണം. നമ്മുടെ അഖീദ, നമ്മുടെ വിശ്വാസം അവർ പഠിക്കണം. എൻ്റെ ഉപ്പ അല്ലാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കുന്നുള്ളൂ, അതുകൊണ്ട് ഞാനും പ്രാർത്ഥിക്കുന്നു. ആരെങ്കിലും എന്തെങ്കിലും ആശയക്കുഴപ്പങ്ങളെ മനസ്സിലേക്ക് ഇട്ട് തരുമ്പോൾ എത്രയെത്ര വിദ്യാർത്ഥിനികളാണ് വഴിപിഴച്ചതെന്നറിയോ? ദീനിന്റെ മുൻനിരയിൽ നടന്ന എത്രയെത്ര യുവാക്കളാണ് ദൈവനിഷേധത്തിലേക്ക് പോയതെന്നറിയോ പ്രിയപ്പെട്ടവരെ? അതുകൊണ്ട് വിശ്വാസം പഠിപ്പിച്ചു കൊടുക്കാൻ, അതേ ലുഖ്മാൻ അലൈഹിസ്സലാം തന്റെ പൊന്നുമോനെ വിളിച്ചിട്ടടക്കം പറഞ്ഞ വിഷയം എന്താണ്? ശിർക്കിന്റെ ഗൗരവമാണ്. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെ കുറിച്ചാണെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകണം. ദീനി അധ്യാപനങ്ങൾ ഏതെല്ലാം രൂപത്തില് പഠിപ്പിച്ചു കൊടുക്കാൻ കഴിയുമോ ആ രൂപത്തിലൊക്കെ പഠിപ്പിച്ചു കൊടുക്കാനുള്ള അവസരങ്ങളും സാഹചര്യങ്ങളും പ്രിയപ്പെട്ടവരെ നമ്മളായിട്ട് ഉണ്ടാക്കുക തന്നെ ചെയ്യണം. 5000-നും 10,000-നും ഒക്കെ വളരെ കുറഞ്ഞ അളവിൽ MDMA വാങ്ങുന്ന കാഴ്ചകളും അത്തരത്തിലുള്ള വാർത്തകളും നാം കേൾക്കുമ്പോൾ ഭയവിഹ്വലരാകുന്നുണ്ട്. ഇതിനേക്കാളേറെ ഗൗരവമാണ്
വിശ്വാസരംഗത്തുള്ള അപജയങ്ങൾ അല്ലേ, നിരീശ്വരവാദവും അതുപോലെയുള്ള ദൈവമില്ല എന്ന് പറയുന്ന വാദങ്ങളും യുക്തിവാദവും ഒക്കെ ഇതിനേക്കാൾ വലിയ അപകടമാണ്. അതിലേക്ക് നമ്മുടെ സമൂഹം, വിദ്യാർത്ഥികൾ ഏറെ അകപ്പെട്ടു പോകുന്നു എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കിയിട്ട് അവരെ ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്താനുള്ള സാഹചര്യവും സംവിധാനങ്ങളും പ്രിയപ്പെട്ടവരെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. അള്ളാഹുവിന്റെ അപാരമായ തൗഫീഖിനാൽ പ്രിയപ്പെട്ടവരെ നമുക്കതിനുള്ളൊരു അവസരം വന്നെത്തിയിരിക്കുകയാണ്. ഈ നമ്മുടെ ഏറ്റവും അടുത്ത പ്രദേശമാണ് പെരിന്തൽമണ്ണ എന്നുള്ളത്. കേരള സ്റ്റുഡൻസ് കോൺഫറൻസ് വിദ്യാർത്ഥി സമ്മേളനം ഇൻഷാ അല്ലാഹ് ഈ 12-ാം തീയതി ഞായറാഴ്ച നടക്കുമ്പോൾ നമ്മുടെ മക്കളുടെ സാന്നിധ്യം ഉണ്ടാകണം. അവൻ ഡിഗ്രി പഠിച്ചോട്ടെ, അവൻ PG പഠിച്ചോട്ടെ, അവൻ ഹൈസ്കൂളാണോ പ്രശ്നമില്ല, എൻ്റെ മോൻ ആ സമ്മേളനത്തിൽ ഉണ്ടാകണം. എന്തിനെന്നറിയോ പ്രിയപ്പെട്ടവരെ, നാളെ നാം മരണപ്പെട്ടാൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കളെ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് വലതും സാലിഹും യദ്ഉലഹു, ഒരു മയ്യത്ത്, ഒരു മനുഷ്യൻ ബാക്കി വെക്കുന്ന 3 കാര്യങ്ങളെ പ്രവാചകൻ എണ്ണിയ കാര്യമാണ് സ്വാലിഹത്തായ സന്താനങ്ങളെ ബാക്കി വെക്കുക എന്നുള്ളത്. ആ സ്വാലിഹത്തായ സന്താനങ്ങൾ നമുക്കുണ്ടായേ തീരും. പ്രിയപ്പെട്ടവരെ, ഇന്ന് ദൃശ്യ ശ്രവണ മാധ്യമങ്ങളിലൂടെ കേൾക്കുന്ന വാർത്തകൾ അല്ലേ, കൊലയുടെയും കൊലവിളിയുടെയും വാർത്തകൾ നാളെ നമ്മുടെ വീട്ടിൽ സംഭവിക്കാതിരിക്കാൻ, ദൈവമില്ലെന്ന് വാദിച്ച് എങ്ങനെയോ ജീവിക്കുന്ന ജീവിതം നമ്മുടെ മക്കളിൽ ഉണ്ടാവാതിരിക്കാൻ പ്രിയപ്പെട്ടവരെ, ആ ഒരു കേരള സ്റ്റുഡൻസ് കോൺഫറൻസിൽ നമ്മുടെ മക്കൾ ഉണ്ടാകണം. അതിനുവേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുമോ അത് ചെയ്തേ മതിയാകൂ. എല്ലാവിധ സൗകര്യങ്ങളും വാഹന സൗകര്യങ്ങളും ഒക്കെയുണ്ട്. എന്തൊക്കെ ആ രൂപത്തിലുള്ള ഒഴിവ് കഴിവുകൾ പറഞ്ഞാലും ഇല്ല, എൻ്റെ മോൻ അവിടെയുണ്ട്, എൻ്റെ മോൾ അവിടെയുണ്ട് എന്നൊരു തീരുമാനം രക്ഷിതാക്കൾ എടുക്കണം ഗൗരവത്തോടു കൂടി. ഇനിയും നാം തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോയിട്ടില്ല എങ്കിൽ പ്രിയപ്പെട്ടവരെ, നാം അനുഭവിക്കാൻ പോകുന്ന പ്രത്യാഘാതങ്ങൾ നിസ്സാരമാകില്ല, ചെറുതാകില്ല എന്ന ചിന്ത നമ്മിൽ ഉണ്ടാവണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ ദീന് പഠിക്കാനും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. യാ അയ്യുഹന്നാസ് ഉസിക്കും യായ സദയം ബിത്തഖ്വല്ലാഹ്. ഉടമസ്ഥനായ റബ്ബുൽ ഇസ്സത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ, വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ നിഖില മേഖലയിലും പാലിച്ച് ജീവിതം ധന്യമാക്കണമേ എന്ന് സ്വന്തം മറക്കാതെ തന്നെ ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ തൗഫീഖ് നൽകുന്ന അടിമകളിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു പ്രാർത്ഥന, ആ പ്രാർത്ഥന പഠിപ്പിക്കുന്നതിലുപരി അള്ളാഹുവിനോട് ഒരു അടിമ ചോദിക്കേണ്ട ചോദ്യങ്ങളെ പഠിപ്പിച്ചു തരികയാണ്. അല്ലാഹുമ്മ അസ്ലിഹ് ലി ദീനി, അല്ലാഹു എൻ്റെ ദീന് നീ നന്നാക്കി തരണേ. ആ ദീന് എന്നുള്ള നല്ലത് വഇസ്മതു അംരി, അതാണ് ഏറ്റവും പ്രധാനമർഹിക്കുന്ന കാര്യം, അതാണ് ഏറ്റവും ഗൗരവമേറിയ കാര്യം. എന്നിട്ട് ആ പ്രാർത്ഥനയുടെ ബാക്കി എന്നുള്ളത് വഅസ്ലിഹ് ലി ദുനിയായ, അച്ചോനെ എൻ്റെ ദുനിയാവിനെ നന്നാക്കി തരണേ. ഫീഹാ മആശി, അവിടെയാണ് എൻ്റെ ജീവിതം എന്ന് തുടങ്ങുന്ന പ്രാർത്ഥനയാണ്. അപ്പൊ ദീന് നന്നാവുക എന്നുള്ളത്, അത് നന്നാക്കുക എന്നുള്ളത് നമ്മുടെ ബാധ്യത തന്നെയാണ്. പ്രിയപ്പെട്ടവരെ, അവർക്കാണ് സ്വർഗമുള്ളത്. മുത്തഖീങ്ങൾക്ക് ആ സ്വർഗം എല്ലാവർക്കും ഇല്ല. ഈ ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്കും സ്വർഗമുണ്ട് എന്നല്ല അല്ലാഹു പറഞ്ഞത്. മുത്തഖീകൾക്കാണ് സ്വർഗം. ആരാണ് പ്രിയപ്പെട്ടവരെ? തഖ്വ പാലിക്കുന്നവർ. കൃത്യമായി വിശദീകരിച്ചിട്ടുണ്ട് സ്വഹാബത്ത് തന്നെ. ഒന്നാമത് പറഞ്ഞത് അല്ലാഹനെ ഭയപ്പെടുന്നവരെന്നാണ്. പടച്ചവനെ ഭയപ്പെടുക. ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും കിടക്കുമ്പോഴും ഒറ്റക്കാകുമ്പോഴും കൂട്ടത്തിലാകുമ്പോഴും എവിടെയായിരുന്നാലും പടച്ചവനെ ഭയപ്പെടുക. അവർക്ക് ആ സ്വർഗം.
രണ്ടാമത്തത് എന്താ? അൽ അമലു ബിത്തൻസീൽ, ഖുർആൻ പഠിപ്പിച്ച പ്രവാചകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചു തന്ന ജീവിതമുണ്ടല്ലോ, അധ്യാപനങ്ങൾ ഉണ്ടല്ലോ, അത് ശിരസ വഹിക്കുക, ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക, അവർക്കാണ് സ്വർഗം. പ്രിയപ്പെട്ടവരെ, അൽ ഖനാഅതു ബിൽ ഖലീൽ, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാനുള്ള മനസ്സ് ഇന്നുള്ള സമൂഹത്തിനും യുവാക്കൾക്കും വിദ്യാർത്ഥികൾക്കും തീരെ ഇല്ലാതായി പോകുന്ന ഒരുപാട് മറ്റുള്ള ആഗ്രഹങ്ങളും താല്പര്യങ്ങളും. ഖനാഅതു ബിൽ ഖലീൽ, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക, അവർക്കാണ് പ്രിയപ്പെട്ടവരെ സ്വർഗമുള്ളത്. അൽ ഇസ്തിഅദാദു ലിയൗമിർ റഹീം, നാളെയുടെ പാരത്രിക ലോകത്തേക്ക് നാളെ പിടിയുള്ള മയ്യത്ത് കട്ടിലിൽ 5-6 ആളുകൾ വഹിച്ച് കൊണ്ടുവെക്കുന്ന ഖബർസ്ഥാൻ ഉണ്ടല്ലോ, അവിടെ മുതൽക്കുള്ള ജീവിതത്തിന് വേണ്ട പാതയങ്ങൾ ഒരുക്കി വെക്കുന്നവർക്കാണ് സ്വർഗമുള്ളത് എന്ന് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു പഠിപ്പിച്ചു തരുമ്പോൾ, ആ കൂട്ടത്തിലാണോ ഞാനും? ആ കൂട്ടത്തിലാണോ എൻ്റെ ഭാര്യ? ആ കൂട്ടത്തിലാണോ എൻ്റെ മക്കൾ? പ്രിയപ്പെട്ടവരെ, ഒരു സ്വയം വിചാരണ നടത്തേണ്ടതുണ്ട്. നമ്മുടെ മക്കളെ ഏറ്റവും നല്ല മക്കളാക്കി വാർക്കാൻ ഏറ്റവും ഉപകാരപ്പെടുന്ന ഒരു പ്രോഗ്രാം മെയ് 6 മുതൽ സൊല്യൂഷൻ എന്നുള്ള ഒരു മഹാസംരംഭത്തിന് അവിടെ തുടക്കം കുറിച്ചിട്ടുണ്ട്. നമുക്ക് പറ്റുമെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും പെരിന്തൽമണ്ണ ആ ഒരു പ്രോഗ്രാം പോയി വീക്ഷിക്കേണ്ടതുണ്ട്. ഒരു 1.5 മണിക്കൂറോളം വരുന്ന, 2 മണിക്കൂറിന് താഴെ വരുന്ന ഒരു എക്സിബിഷനിലൂടെ വിശ്വാസരംഗത്തെ പഠിക്കേണ്ടവ, സ്വന്തം നഫ്സിന്റെ വിഷയത്തിൽ പഠിക്കേണ്ടവ, മറ്റുള്ള ദീനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പഠിക്കേണ്ടവ എല്ലാം പഠിച്ച് മനസ്സിലാക്കി ഉൾക്കൊണ്ടുകൊണ്ട് ഒരു സ്വയം വിചാരണ നടത്താൻ കഴിയുന്ന ഒരു എക്സിബിഷൻ നമ്മൾ പങ്കെടുക്കണം. നമ്മുടെ മക്കളെ 12-ാം തീയതിയുള്ള ആ ഒരു കോൺഫറൻസിന് പ്രിയപ്പെട്ടവരെ നമ്മൾ അവരെ അവിടെ എത്തിക്കണം. അതിന് വേണ്ട സൗകര്യങ്ങളും സംവിധാനങ്ങളും ഒക്കെ നമ്മുടെ മണ്ഡലത്തിൽ നിന്നും മറ്റുമൊക്കെ വാഹനങ്ങളും മറ്റുമൊക്കെ ഉണ്ട്. ഏറ്റവും പ്രധാനമായി പറയാനുള്ള, ഏതൊരു പ്രോഗ്രാം നടക്കുമ്പോഴും അതിൻ്റെ സാമ്പത്തികമായിട്ടുള്ള വലിയൊരു ബാധ്യത പ്രിയപ്പെട്ടവരെ, നാളെ നമുക്ക് സ്വർഗം കിട്ടാൻ വലിയൊരു തൗഫീഖാണ് നമ്മെ കൊണ്ട് കഴിയുക. പലപ്പോഴും പറയുന്ന ഒരു പഴഞ്ചൊല്ലാണ്, അണ്ണാരക്കണ്ണിന് തെന്നാലായത്. പ്രസംഗിക്കാൻ കഴിയുന്നവർ പ്രസംഗിക്കട്ടെ, എഴുതാൻ കഴിയുന്നവർ എഴുതട്ടെ. നമ്മെ കൊണ്ടെന്താണ് ഒരു വിദ്യാർത്ഥിയുടെ സൽപാന്താവിലേക്ക് ഒരു വിദ്യാർത്ഥിയെ നയിക്കാൻ എന്നെ കൊണ്ടെന്താണ് കഴിയും? 100 രൂപയാണോ, 1000 രൂപയാണോ, 2000 രൂപയാണോ, 500 രൂപയാണോ ഞാൻ കൊടുക്കും. എന്തിനെന്നറിയോ? അവൻ നന്നായി നമസ്കാരം തുടങ്ങിയാലുള്ള കൂലി ആർക്കാ? എനിക്കാ. അവൻ നന്നായി ദീനിന്റെ അധ്യാപനങ്ങൾ മുറുകെ പിടിക്കുന്ന വ്യക്തിയായാലുള്ള കൂലി ആർക്കാ? എനിക്കാണ്. അവൻ ദീനിന്റെ ധ്വജവാഹകനായി മറ്റുള്ളവർക്ക് പോലും നന്മ എത്തിച്ചു കൊടുക്കുന്ന വ്യക്തിയായാലുള്ള കൂലി ആർക്കാ? എനിക്കാണ്. പ്രിയപ്പെട്ടവരെ, അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഹദീസ് പലപ്പോഴും നമ്മൾ പറയുന്നുണ്ട്. ആ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിനെ ഇസ്ലാം സ്വീകരണത്തിന് കാരണമായ വ്യക്തി തുഫൈൽ ഇബ്നു അംർ തൗസി റളിയല്ലാഹു തആല അൻഹുവാണ്. എന്ത് അബൂ ഹുറൈറയെ കുറിച്ച് പറയുമ്പോഴും റളിയല്ലാഹു തആല അൻഹു തുഫൈൽ റളിയല്ലാഹുവിന്റെ ഖബറിലേക്ക് പ്രിയപ്പെട്ടവരെ അതിന്റെ ഓഹരി എത്തുന്നുണ്ട് എന്നുള്ളത് പഠിച്ചവരും മനസ്സിലാക്കിയവരുമാണ്. അതേ പ്രതിഫലം നമുക്കുമുണ്ട്. ഒരാളെ നന്മയിലെത്തിക്കാൻ നാം കാരണക്കാരനായാൽ അളവ് തൂക്കം കുറയാതെ പ്രതിഫലം ലഭിക്കുമെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് മനസ്സിലാക്കിയ സഹാബത്ത് ഓരോ യുദ്ധരണാങ്കൾ കടന്നു വരുമ്പോഴും, ദീന് പഠിപ്പിച്ചു കൊടുക്കാൻ അവസരങ്ങൾ കടന്നു വരുമ്പോഴും അവര് മുന്നോട്ട് വന്ന് തബൂക്കിന്റെ ചരിത്രം പ്രിയപ്പെട്ടവരെ മത്സരിക്കുകയാണ്. എന്തിനെന്നറിയോ? അബൂബക്കറെ നല്ല ധനാഢ്യനാണെന്ന് നാട്ടുകാർ അറിയിക്കാനല്ല, ഉമറെ അബൂബക്കറിനേക്കാളും കൊടുത്തുവെന്ന് മറ്റു സഹാബത്ത് അറിയട്ടെ എന്നറിയിക്കാനൊന്നല്ല. പടച്ചോനെ, ആ തബൂക്ക് നടന്ന് പടച്ചോനെ ദീനിന്റെ വിഷയത്തിൽ വലിയൊരു ഉണർവിന് വേണ്ടി ആ യുദ്ധം കാരണമാകോ, അതിന് എന്റെ ഒരു വിഹിതം ഉണ്ടായാൽ എനിക്ക് നാളെ സ്വർഗമാണല്ലോ എന്ന ചിന്തയാണ് പ്രിയപ്പെട്ടവരെ അവർക്കൊക്കെ അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കാനൊക്കെ ഉണ്ടായ പ്രേരണ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് അകവഴിഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ ഒരു സാമ്പത്തിക സമാഹരണം, ഇവിടെ അതിനുള്ള സൗകര്യങ്ങൾ ഉണ്ട്, അതിന് നമ്മൾ മനസ്സറിഞ്ഞു കൊടുക്കാൻ തയ്യാറാകേണ്ടതുണ്ട്. നമ്മെ കൊണ്ട് അതാണ് കഴിയുന്നതെങ്കിൽ അത് നമ്മൾ ചെയ്യണം. നാളെ നമ്മുടെ ഖബറിൽ സദഖത്തുൻ ജാരിയ, സദഖ പ്രിയപ്പെട്ടവരെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന സദഖ അത് നമ്മോടൊപ്പം ഉണ്ടാകും എന്ന ആ ഒരു അധ്യാപനം മനസ്സിലാക്കി ആ വിഷയത്തിൽ കൂടി നമ്മുടെ ശ്രദ്ധയുണ്ടാവുക ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ആ 12-ാം തീയതി ഞായറാഴ്ച നമ്മുടെ മക്കൾ
എല്ലാവരും പ്രിയപ്പെട്ടവരെ ആ ഒരു സമ്മേളന നഗരിയിൽ ഉണ്ടാകണം. ഒരു സമ്മേളനത്തിന്റെ വലുപ്പം കാണിക്കാനല്ല. ഇൻഷാ അല്ലാഹ് അള്ളാഹുവിന്റെ അപാരമായ തൗഫീഖ് ഉണ്ടെങ്കിൽ ഏറ്റവും നല്ല മകളായി, ഏറ്റവും നല്ല മകനായി ആ മക്കൾ മാറും. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. റഹ്മാനായ റബ്ബ് നമ്മുടെ ജീവിതത്തിൽ വന്ന മുഴുവൻ പാപങ്ങളെയും കഴുകി കളഞ്ഞ് നാളെ സ്വർഗീയാരാമത്തിൽ പ്രവേശിക്കാനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹുവേ, രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒട്ടനവധി ആളുകൾ നാഥ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. പടച്ചോനെ, ശിഫ പ്രദാനം ചെയ്യണേ അള്ളാഹുവേ, സാമ്പത്തിക പ്രയാസങ്ങളിൽ ബുദ്ധിമുട്ടുന്ന ഒട്ടനവധി ആളുകൾ അള്ളാഹുവേ, നിന്റെ ഖജനാ വിശാലമാണ്, പരിഹാരമേകണേ അള്ളാഹുവേ. ദീനിന്റെ വിഷയത്തിൽ ഉറക്കമൊഴിച്ചുകൊണ്ട് രാവും പകലുമില്ലാതെ പണിയെടുക്കുന്ന ഒട്ടനവധി സഹോദരങ്ങൾ, സുഹൃത്തുക്കൾ അള്ളാഹുവേ, പ്രതിഫലം നൽകണേ അള്ളാഹുവേ. അവർ ഉറക്കമൊഴിച്ചതിന് നാളെ സ്വർഗീയാരാമത്തിന് സുന്ദരമായി ജീവിക്കാനുള്ള തൗഫീഖ് അവർക്ക് പ്രദാനം ചെയ്യണേ അള്ളാഹുവേ. ദീനിന്റെ വിഷയത്തിൽ ഇഖ്ലാസോട് കൂടി എല്ലാ രംഗത്തും ഇറങ്ങിത്തിരിക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് ഏവർക്കും പ്രദാനം ചെയ്യണേ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് മുസ്ലിമായി മുഅ്മിനായി മരിക്കാനുള്ള തൗഫീഖ് പടച്ചോനെ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണേ പെട്ടെന്നുള്ള മരണങ്ങൾ, വലിയ പരീക്ഷണങ്ങളിൽ നിന്നൊക്കെ ഞങ്ങളെ കാത്തുരക്ഷിക്കണേ അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബുദ് ദഅവതി വയാ ഖാദിയൽ ഹജാത്. اللهم اعتقنا من النار، اللهم ادخلنا الجنة يا رب العالمين. ربنا تقبل منا، ربنا تقبل منا، ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين.